ഹായ് ഗൈസ്, വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. നമ്മൾ ചെറിയ ട്രാവൽ വ്ലോഗാണ് ചെയ്യുന്നത്. കൊട്ടാരക്കരയിലെ അലയമണ്ണിലുള്ള മുട്ര ഹിൽസിലേക്കാണ് പോകുന്നത്. ഞാനിപ്പോൾ വീട്ടിൽ നിൽക്കുകയാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 20 കിലോമീറ്റർ ദൂരമുണ്ട്. ഇവിടുന്ന് ഇറങ്ങി നേരെ ഒരു കൂട്ടാണ്ട് വീട്ടിൽ പോയി അവനെ വിളിച്ചിട്ട് വേണം അങ്ങോട്ട് പോകാൻ. നമുക്ക് ഇറങ്ങാമെങ്കിൽ റെഡി ആയില്ലേ? അപ്പുറത്തെ സൈഡിൽ നമ്മൾ വന്നതെന്ന് ഓർമ്മണ്ട? മോളിൽ നിന്നതുപോലെ അവിടെ വന്നിരുന്നു. മേളിൽ വന്നിട്ട് ഈ കാർ കിടക്കുന്ന ഇവിടെ ഞാൻ വണ്ടി എടുത്തേക്കുന്നില്ലേ? അവിടെയാണ്. അവിടെ നമുക്ക് ചെല്ലാം. അങ്ങ് ആ മലയുടെ മുകളിൽ. ഓ, അവിടെ നമ്മൾ വന്ന് അവിടെ വന്നു. ശരി. ഞാൻ എടുത്ത സംഭവം ഇവിടെ കടയൊക്കെ ഉണ്ടല്ലേ? സംഭവം എനിക്കൊന്ന് ടൂറിസ്റ്റ് പ്ലേസ് ആക്കാൻ വേണ്ടിയാണ് തോന്നുന്നത്. തൂണ് പണിഞ്ഞിട്ടുണ്ടെങ്കിലേ DTPCയുടെ ആക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. പിന്നെ അല്ല മരുന്നവല്ല എന്തോ മലമേൽ പറയണൊക്കെ. അവിടെ എത്ര 50 രൂപയായിരുന്നോ? 50 രൂപയായിരുന്നോ? അല്ല, 20 രൂപ. 20 രൂപ പിന്നെ കുഴപ്പമില്ലല്ലേ? അതുകൊണ്ടാണ് ടിക്കറ്റ് കൊണ്ട് പണിയറ. വയ്യടാ നടക്കാൻ വയ്യേ. അവിടെ പാറ പൊട്ടിച്ചിട്ടിരുന്ന ചേട്ടാ. ഞാനും നടക്കുന്ന പിന്നെ ഞാനും ഒന്ന് ചോറ് കഴിച്ചിട്ട് അരമണിക്കൂർ നടക്കുന്നതാ. ഇവിടെ 2 പിള്ളേർ വന്നു ചാടിച്ചത്തെ. നീ ഒന്ന് വായൊന്ന് അടച്ചു കുഞ്ഞായിരിക്കും. തീ കത്തക്കും ചാടിക്കാവും. അങ്ങനെയല്ലേ നമ്മൾ ഈ സ്ഥലം തന്നെ അറിയാം. മിക്കവാറും താറങ്ങുമ്പോൾ പിന്നെ ജീപ്പിനകത്ത് പോവാം. മിക്കവാറും അങ്ങോട്ട് ജീപ്പിനകത്ത് പോവാം. രമജേ, ഇനി മേലി എന്താ ഉണ്ടോ? കെട്ടിടമൊക്കെ ഉണ്ടോ? അമ്പലം ഉണ്ടോ ഇവിടെ? എന്ത്? ഓ, എത്തി. കാവത്തില്ലേ? സൈഡ് കയറുന്നത്. വെളിയിട്ടേക്കുവാണെങ്കിൽ ഗൈസ്, അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. ഇതാണ് മുട്ര ഹിൽസ് എന്നറിയുന്നത്.
കൊട്ടാരക്കര അലയമണിലാണ് ഈ സ്ഥലം. ഇല്ലേടാ, സൂപ്പർ പ്ലേസാണ്. ഇവിടെ വരുന്നതിന് ടിക്കറ്റ് കാര്യങ്ങളൊന്നുമില്ല, ഫ്രീ ആണ്. ഇവിടെ ഉടനെ തന്നെ ഇവിടെ DTPCയുടെ ഇത് പണിയുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ടിക്കറ്റ് എടുക്കേണ്ടി വരും. ടിക്കറ്റ് 20 രൂപ. ഇപ്പം ഫ്രീയാ. അതാ പറഞ്ഞില്ല, ഇവിടെ പണിയുന്നുണ്ടോ? താഴെ കണ്ടില്ലേ, ടിക്കറ്റ് കൗണ്ടർ പണിയുന്നുണ്ട്. പണി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ടിക്കറ്റ് വേണ്ടി വരും. ഇത് വ്യൂ കാണിച്ചു തരാം. നമ്മളിപ്പോൾ എത്ര 4 മണി അടുപ്പിച്ച് വന്നിരിക്കുകയല്ലേ? 4 മണി 5 മണിയാവാറായി. ആയി മാറി വരുന്നേ ഉള്ളൂ. നല്ല കാറ്റുണ്ട് കേട്ടോ. പക്ഷെ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇച്ചിരി ഡേഞ്ചർ ആട്ടോ. എവിടുന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ താട് പോകണ്ട, ഇവിടെ നിന്നാ മതി. അതല്ല ഞാൻ പറഞ്ഞത്, ഇതിങ്ങനെ ചെയ്ത് അത് തന്നെ, അതുണ്ട്. അത് താട് പോയി കാറ്റടിച്ച് താട് പോയിരിക്കാൻ വേണ്ടി തന്നെ വെച്ചേക്കുന്നത്. ഇവിടെ ക്ഷേത്രമാണ്. ക്ഷേത്രം കാവാടാ, ഉപ്പും കവണൊക്കെ എന്താ നല്ല മരമൊക്കെ ഉണ്ടല്ലേ. എവിടെ വരെ ചെല്ലാം? നമ്മുടെ ഈ സൈഡ് അങ്ങോട്ട് പോയില്ല, ഇങ്ങോട്ടോ കാറ്റടിച്ചങ്ങ് പോകും. അങ്ങനെ പേടിക്കരുത്. ഇങ്ങോട്ട് വാ. ഇവിടെ നെറ്റൊന്നും ഇല്ല. അങ്ങോട്ട് വാ, ഇവിടത്തോട്ട് വാ. അങ്ങോട്ട് നടക്കണ്ട, ഇങ്ങോട്ട് വാ. ഞാൻ ഇവിടെ വരെ വരാന്നാ പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് വഴിക്ക് ഇറങ്ങിയത്. അങ്ങോട്ട് വാ. നീ പോയി ഇങ്ങോട്ട് പോവാണ്ടാണ്. നീ ഒരുപാട് കുഴിയുണ്ടോന്ന് അറിയാം. അല്ല, 5 അടി എടുത്താലേ 5 അടി കുടി എടുത്താലേ 5 അടി കുടി എടുത്താലേ. വേണ്ട നീ വന്നാ മതി. അല്ല, നീ കുഴിയൊന്നും അല്ല, കാറ്റ് നല്ലതാ. കാറ്റടിയിൽ കാറ്റ് എനിക്ക് മുന്നേ പിടിച്ച് നിർത്താൻ പറ്റത്തില്ല. അമ്മാതിരും കാറ്റ്. അങ്ങോട്ട് പോകാം. പുല്ലെല്ലാം ഉണങ്ങിയിരിക്കുകയാണ്. ആരെങ്കിലും സിഗരറ്റ് വലിച്ച് ഇട്ട് കഴിഞ്ഞാൽ കത്തി കഴിഞ്ഞാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഇവിടെ വന്ന് നിന്നാൽ മതി. ഇവിടെ വന്ന് നിന്നാലും ചൂടിന് എന്തെങ്കിലും വെച്ച് പുക വരുമ്പോൾ മൊത്തത്തിൽ കത്തുമില്ലേ? പുകയുടെ മരണം എങ്ങനെയും നമ്മുടെ അടുത്ത് മൊത്തത്തിൽ വന്ന് മറ്റേ ഇത് കത്തിക്കണം. ഇവിടെ ഇപ്പൊ പൊളിക്കണം. കമ്പി ഇതിനകത്ത് അടിച്ചു വെച്ചേക്കണം. ഇതൊക്കെ ഡേഞ്ചർ. ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കുന്ന ഡേഞ്ചറാണോ? നമ്മളിങ്ങനെ വരുന്ന കാലിട്ടും വീഴും, ഉരുണ്ട് ഇനി വരുമ്പോൾ ഒരു ചുറ്റിയായിട്ട് വന്നിട്ട് അടിച്ച് താത്താ മതി. മതി താട്ട് പോകുമ്പോ ഇവിടെയാണാ പടക്കമുണ്ട് പൊട്ടിച്ചേട്ടാ. ന്യൂഇയറിൻ്റെ പടക്കം പൊട്ടിച്ച ചൈന പടക്കം. ഇവിടെ ഉള്ളവർ ന്യൂഇയറിൻ്റെ ഇവിടെ കയറി കാണും, ആഘോഷിക്കാം. നല്ല ഹൈറ്റ് അല്ലേ കാറ്റും. ഒരു സേഫ്റ്റി ഇല്ല സ്ഥലമാണ്. ഇങ്ങനെ തള്ളിയാ വീഡിയോ ഗൈസ് എന്നെ എടുത്ത് തന്നെ നോക്കി ഇറങ്ങിയാൽ മതി. ഇതിലിറങ്ങിയാൽ മതി. പല്ലിടിച്ച് വീണ നോന്തിടിച്ച് വീണാൽ പല്ല് കൊത്തപ്പൊടി. ഇറങ്ങ. നീ ഇങ്ങനെ ഇതല്ലേ, സാഹസികനല്ലേ നീ നേരത്തെ അവിടെ പോകുന്ന പറഞ്ഞ ഇരിക്കവിടാ, കുത്തിയിരുന്നിറങ്ങ്. അങ്ങനെ ഇരുന്നത് ഞാൻ വന്നിട്ടില്ലേ. നേരത്തെ വാട്ടർ അടിക്കുമ്പോഴും കുഴപ്പമില്ലായിരുന്നല്ലേ. ഇവിടുത്തെ ചെറിയ ഇറക്കാൻ വേദന മൈഗ്രൈൻ ഉള്ളവനൊക്കെ മൈഗ്രൈൻ കോടയാണത്, അത് പുകയാണത്. പുകയില്ലേ? അന്തരീക്ഷം തണുത്തിരിക്കുന്നത് വായു ഫിസിക്സ് ക്ലാസ് പുക പോലെ പോലെയാണ്. ഇതൊക്കെ പടക്കം കൊണ്ടിരിക്കും. ന്യൂ ഇയർ ഇവിടെ വന്നതാണ് കേട്ടോ. ഇത് മാത്രമല്ല പ്ലേസ്. അല്ല അങ്ങോട്ടുണ്ടോ, വേറെ ഉണ്ടോ? അതുകൊണ്ട് അവിടെ നെറ്റില്ല.
അല്ല നമ്മൾ അങ്ങോട്ട് പോയി സ്റ്റെപ്പ് എവിടെ എവിടെ സ്റ്റെപ്പ് ആ ഇതാണ് ഡേഞ്ചർ അടങ്ങണോ ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഞാൻ അവിടെ നിൽക്കുന്നത് നീ അവിടെ നിൽക്കണ്ട നീ ഇങ്ങോട്ട് വാ നീ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇനി അങ്ങോട്ട് പോകണ്ടാ ശരിക്കും ഇങ്ങോട്ട് വാടാ നീ ഇവിടെ വന്ന് നോക്കേ അവിടെ ഒന്ന് നോക്കാൻ എനിക്ക് പേടിയാ ഇല്ല പിള്ളേർ ഇവിടെ വന്ന് നിന്ന് താഴോട്ട് വീണെങ്കിൽ അതാ പറഞ്ഞ എടുക്കാനൊക്കെ ഭയങ്കര നീ വാ നീ ഇങ്ങോട്ട് വാ എനിക്കൊന്നും വയ്യ നീ അവിടെ പോകണ്ടേ അതൊന്നുകൂടെ പറ വന്യമൃഗങ്ങളാരും വേസ്റ്റ് കൊണ്ട് കളിക്കാൻ നോക്കാം എന്തോ പരിപാടി നടത്തിയിരുന്നു കേട്ടോ ഊണോ ആ കാവില്ലേ ആ സൂര്യനെ കയ്യിലെടുത്ത് അതേപോലെ പള്ളി എൻ്റെ കയ്യിലിരിക്കുന്നു അത് പറ്റുന്ന മുസ്ലിം പള്ളിയാണോ ഇല്ലേ പറ്റുന്നില്ല നീ സൂം ചെയ്ത് തരണം നോക്കെ മുസ്ലിം പള്ളിയാണോ പള്ളി എവിടെ ദോണ്ട് ക്രിസ്ത്യൻ പള്ളിയുണ്ട് അതും കാണാം നല്ല കാറ്റുണ്ടല്ലേ ഇവിടെ വേറെ പ്ലേസ് ഉണ്ടോ ഇല്ല സ്റ്റെപ്പ് കയറി പോകുന്നതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടായിരുന്നു അതല്ലേ നമ്മളിപ്പോൾ കയറി വന്നത് അതല്ല ഞാൻ കാണിച്ചു തന്നില്ല ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് ഇങ്ങനെ പോകുന്നിങ്ങനെ അപ്പുറമാണത് ആ അത് വാ ഇനി ഇവിടെ ഇട്ടൂട്ടിക്കഥ ഉണ്ടെങ്കിൽ പറ അല്ലടാ അത് ഉള്ളതാ ഞാൻ പറഞ്ഞുള്ളതാ ഇതെല്ലാം ഒറ്റ പാറയുടെ ഇതായിരിക്കും ഇല്ലേ പണ്ട് ഇതൊക്കെ ഒറ്റ പാറയായിരിക്കും ഇന്ന് പീസ് അറിയാമായിരിക്കും മരുന്ന് വിലയാക്കില്ലേ അധികം ദൂരമില്ലല്ലോ മണിമണി പറയട്ടെ എനിക്കറിയത്തില്ല അറിയാത്തെന്ത് സിനിമയിലെ കാണുന്നത് ഞാൻ കല്ല് തല്ലി താഴെ ഇട്ടേ ഇല്ല അവിടെ കണ്ടോ അവിടെ നിന്ന് അത്ര ഭാഗം മണ്ണെടുത്തേക്കുക അതാ ചുമന്നിരിക്കുന്നു അതാണ് മണ്ണെടുപ്പ് ഇവിടുത്തെ പറഞ്ഞ കൊടുത്തേക്കും കൂടെ ആക്ഷേപിച്ച് പറ ഇവിടുത്തെ പഞ്ചായത്ത് ശരിയല്ല മണ്ണെടുപ്പ് വലിയ പഞ്ചായത്ത് എന്നാലും അടി കിടക്കത്തുള്ളൂ അതിരിക്കുന്ന മൊത്തം അടിവെള്ളത്തരും ഒരു വഴി ഇതിലെ വേണം ഞങ്ങൾ വേറെ വഴിയുണ്ട് അടി കൊള്ളാൻ ഇനി വേറെ എവിടെയും പോകണ്ടേ അടി കൊള്ളാൻ ഇനി വേറെ എവിടെയും പോകണം നിൻ്റെ കൂടെ വന്നാൽ മതി അടി കൊള്ളാനേ വേറെ എവിടെയും പോകണ്ട നിൻ്റെ കൂടെ വന്നാൽ മതി ഇങ്ങനെ മണ്ണെടുപ്പൊക്കെ ആയതുകൊണ്ടാണ് ഇവിടുത്തെ പറഞ്ഞ കൂടെ ശരിയല്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയണം 2 ദിവസം കഴിയുമ്പോൾ പാർട്ടിക്കാർ എൻ്റെ വീട്ടിൽ വന്നാൽ തീ ഇട്ടാൽ നല്ലതായിരിക്കും ഇനി ഉണ്ടായിരിക്കോ എല്ലാം ഉണങ്ങിയിരിക്കുക പുല്ലൊക്കെ തലകാല പോലതൊന്നുമില്ല ഒന്ന് വായി പറയുക സ്റ്റേഷനാ അങ്ങോട്ടാ അങ്ങോട്ട് സ്റ്റേഷൻ്റെ അതാ അയ്യോ മറ്റേ എവിടെ പിന്നെ ചേച്ചി പറഞ്ഞ് ഇങ്ങോട്ടുണ്ടെന്ന് ആ ഇത് അത് പോലീസുകാരെന്താന്ന് തോന്നാൻ പോയത് ആ 2 പേര് പോലീസ് വയർലെസ് സ്റ്റേഷൻ ചില പണ്ടത്തെ സിനിമയിലൊക്കെ കാണുന്നത് ഇതിനൊരു കഥ ഈ ഷോട്ട് എങ്ങനെയുണ്ട് കൊള്ളാം ക്യാമറമാൻ രഞ്ജിത്തിനൊപ്പം നികേഷ് ഇവിടെ വഴി അവസാനിച്ചു തോന്നുന്നു കേട്ടോ അങ്ങോട്ട് കയറി പോകും എവിടെ അങ്ങോട്ട് ഇങ്ങോട്ട്
ഓ ഇതിലല്ലേ വഴിയൊക്കെ കണ്ടുപിടിച്ച്. നീ വേറെന്താ കണ്ടുപിടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എടാ എടാ ഞാൻ എനിക്ക് ചേച്ചി പറഞ്ഞു അങ്ങോട്ടൊന്ന് ആ ചേച്ചി പറഞ്ഞു ഇങ്ങോട്ടാ കറക്റ്റ്. പക്ഷെ വഴി തെറ്റിപ്പോയി. ആണോന്ന് അറിയാൻ വയ്യ. പാമ്പാണ് കാണുമ്പോൾ ഇവിടെയൊക്കെ. ഇവിടെയൊക്കെയാണ് രാജവമ്പാലയെ കാണുന്നത്. എടാ എനിക്ക് വഴി വെച്ചിടാ ഫോട്ടോ കാണിക്കുന്നില്ല. വഴി വെച്ച് പോട്ട് കയറി പോ. എവിടെയെങ്കിലും നമുക്ക് കയറി. അത് ഓണ്ടറാ ആ അങ്ങോട്ട് പോട്ട്. അത് അതിലെയാന്ന് വഴി. ഇതുവഴി നോക്കാം. ഓ ഇതുവഴി ഇലക്ട്രിക് കമ്പിയൊക്കെ ഷോക്ക് അടിച്ചിരിക്കുവോ. നീ കയറാ അങ്ങോട്ട്. പേടിച്ചു ഇവനെയും കൊണ്ടുണ്ടാകുന്നേ. കണ്ടാ ഭയങ്കര ചിന്ത. എങ്ങനെയെങ്കിലും പാമ്പിന്റെ കടിയുള്ള രക്ഷമാണ്. ഇങ്ങോട്ട് പോകും. ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനോടാ ആരും. വഴി കണ്ട ഒറ്റയ്ക്ക് വന്നവരെ കളിയാക്കുന്നോടാ പന്നികളെ. അതിൻ്റെ ഒരു കാര്യം ഡേഞ്ചർ പോയിന്റ്സ് ആണ് ഇതൊക്കെ. ഞാൻ ഇവിടെ ഇത് ഇട്ടിട്ടുണ്ട്. എന്തോ നടന്നു പോകാനുള്ള ഹോളോ ബ്രിഡ്ജിന്റെ കട്ട. ഇന്റർലോക്ക് കട്ട. ഇതെന്തോടാ? അത് ഏതോ ഒരു മരം. അല്ല ഈ വയർ കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആയിരിക്കും. നാണ്ടെ ആ പോസ്റ്റിലേക്കുള്ള ലൈറ്റ് കൊടുക്കുന്നുണ്ട്. ആ ഇത് തന്നെ ഞാൻ പറഞ്ഞു. ഇങ്ങോട്ട് പോവാ. എനിക്ക് ഇവിടെ കേട്ടു. ഇവിടെ കേട്ടു. വന്നാ എനിക്ക് തിരിച്ച് വീട്ടിൽ പോകണം. അവസാനത്തെ വീഡിയോ എടുപ്പല്ല. എനിക്ക് ഫേമസ് ഒന്നും കാണാം. ഞാൻ പറഞ്ഞതാണ് കേസ്. അവൻ കേട്ടില്ല. അവൻ എടുത്ത് ചാടി. കൂടെ എനിക്ക് സ്റ്റെപ്പ് തരുന്നത്. ആ ഇതാ ഞാൻ പറഞ്ഞ സ്റ്റെപ്പ്. അവിടെ വരെ ഉണ്ടോ? ഇത്രയും പോരെ. വെറുതെ വീട്ടിൽ ഇരുന്ന് ഉറങ്ങി കാര്യം കൂടെ കാഞ്ഞാണെങ്കിൽ കഴിച്ച് ഉറങ്ങിയിരുന്നെങ്കിൽ ഇപ്പം ഇവരെ കാണാൻ പറ്റുമായിരുന്നോ? പേടിയാവും കാറ്റടിക്കുന്ന. ഇതെല്ലാം കൂടി ഇടിഞ്ഞു പറഞ്ഞു. നീ ഉണ്ടായിരിക്കോ? ഇവിടെ നമ്മൾ വന്നിട്ടില്ല. വാ വീഡിയോ എടുത്തിട്ടുണ്ട്. മറ്റേ വീഡിയോ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ശരിയാക്കുന്നില്ല. ഇത് കാണിച്ചിട്ടുണ്ടല്ലേ? നമ്മൾ 2 ചെയർ വേണമായിരുന്നു ഇരിക്കാൻ. ഇത്രയും കയറി വന്നതിന് ശേഷം ശരിയാകുന്നില്ല. എല്ലാവരും ഉണ്ടെങ്കിൽ പറയില്ല ഗൈസ്. അങ്ങോട്ട് പോടാ. അല്ല അവർ താഴെ പോയി എവിടെ അവരിവിടെ ഇരിക്കില്ലേ? ഇടയിൽ കൂടെ നീ പോട്ട്. നാച്ചുറൽ പിക്കാം. പോട്ട് പോട്ട്. കാട്ടും
ഞാൻ ആ കല്ല് വിട്ട് താഴെ ഇട്ടിട്ടല്ല, ശരി ശരി ശരി. കല്ല് അല്ലെങ്കിൽ താഴെ കാലെടുത്ത് ഒഴിച്ചിട്ട് രജനി എന്താ ചെയ്തിട്ടില്ല. വെട്ടിക്കൊരു വെട്ട് ഒന്ന് മറിച്ച് നോക്കിയാലോ കല്ല്. ഒരു കൈ ഒരു വിരലൊന്നും തച്ചാ ആ മറിക്ക് മറിക്കോ തെള്ളി മറിക്ക്. ഒരു വിരലുണ്ട്. ഈ പാർക്കൊരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യം എന്ന് പറഞ്ഞേ എന്തോ ഷേപ്പ് ഉണ്ട് അതിന്. എന്ത് വള്ളം കണക്ക് വള്ളങ്ങളുണ്ട്. കഴിഞ്ഞ തവണ വന്നപ്പോൾ ഞാനാണെങ്കിൽ ഉരുട്ടി വെച്ച കല്ലായിരുന്നു. ഇതൊക്കെ ഇത്ര ആയുള്ളല്ലേ, പകുതി ഉരുട്ടിയുള്ളല്ലേ. ഞാൻ ഇവിടുന്ന് കിടന്നാലോ, നീ ഫോട്ടോ എടുക്കാം. ഇങ്ങോട്ട് ഇറങ്ങിപ്പോകും, നമുക്ക് ഇറങ്ങിപ്പോകാം. നീ ഇറങ്ങിപ്പോകുന്ന ഇല്ലെങ്കിൽ ഇതൊരു ശിവു പോകുന്നു. സുഭാഷ് 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 വാ. ഞാൻ വെളി കിട്ടു വന്നത്. ഞങ്ങള് കരിക്കോട്. ഇങ്ങോട്ട് ആ ഉത്സവം കഴിഞ്ഞാ കാവിലെ എന്ത് വരുന്നത്? കൂട്ടുണ്ടായിരുന്നു. ആ അതെ, ആ ശരി ശരി ശരി. ഓ ശരി. റിസ്ക് പിടിച്ച വഴിയാണ് ഇത്, റിസ്ക് പിടിച്ച വഴിയാണ്. പറഞ്ഞ ആളിനിപ്പോൾ വീണാന് ഇപ്പോൾ ഇല്ല, മറ്റേ ചട്ടമ്പേട്ടിലെ സലിംകുമാർ ആയാന്. എല്ലാവരും മാറിയിരിക്കാണ്, ഓടാതിരിക്കാതെ തല വീണ് കഴിഞ്ഞ് ആശുപത്രി കൊണ്ട് ആരും കണ്ടത്തില്ല. ഇതാണ് മുട്ര ഹിൽസ്. സിനിമാറ്റിക് ആയിട്ട് വന്നോടാ, നല്ല നടന്നു നല്ല പ്ലേസാണ്. പക്ഷേ ഈ സമയത്താണ് ഇവിടെ വരേണ്ടത്. ഈ സമയം ഈ വെയിലൊക്കെ ഒന്ന് താന്നതിന് ശേഷം മകരമാസത്തില് അതല്ല മഴയൊന്നുമില്ലാത്ത ഈ വെയിൽ താന്ന് അതല്ല നല്ല മഴയത്ത് പറഞ്ഞു വേറെ ഇതെല്ലാം പച്ചയായിരിക്കും അങ്ങനെ ഉണ്ട്. പക്ഷെ അതല്ല പറഞ്ഞേ, നമുക്കൊരു വെയിലത്ത് വരുന്നതിനെക്കാട്ടി നല്ലത് ഈ ടൈമിൽ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞ് 4 മണിയോടെ എത്തുമ്പോൾ നല്ല വ്യൂ ആണ്. നല്ല ആളുകളല്ല ഈ സമയത്താണ് അവിടെ വരുന്നത്. ഞായറാഴ്ച അങ്ങനെ ആളുണ്ടല്ലേ. ഇവിടെ നമുക്കൊരു മ്യൂസിക് ഇട്ട് കൊടുക്കില്ലേ. നീ ഒരു പാട്ട് പറ കയറുവണ്ടി മാമരങ്കണ്ടേ. ആ പാട്ട് പാടറാ, ഇടുക്കിക്കൊള്ള പാട്ട് ഇറങ്ങണ്ടേ. ചോല കൊതുകൂടാ, സൺറൈസ് അല്ല സൺസെറ്റ് അത് കൊള്ളാല്ലേ. അത് കിട്ടുന്നുണ്ട്. ഇരുട്ട് വന്നപ്പോഴത്തേക്കും കുറച്ചും കൂടി ഇന്നലെ ആകുമ്പോൾ നല്ല രസമായിരിക്കും. സൂര്യൻ്റെ ഒട്ടടിച്ച ഇത് പുല്ല് കണ്ട ഗോൾഡൻ കളർ ചെയ്ത് കണ്ട. ഞാൻ ഗോൾഡൻ റൈസ് എന്ന് പറയുന്നത്. ഗോൾഡൻ റൈസ് പാട്ട് പറഞ്ഞു മറ്റേ ഇടുക്കിക്കൊണ്ടല്ലേ. പാടുന്നതിന് കോപ്പി ഇട്ടൊന്നുമില്ല. എനിക്ക് പാടാൻ അറിയില്ല. എനിക്ക് അറിയാവുന്ന പാട്ട് പാട്ട്, അല്ലാത്ത കോമഡിക്ക് പാട്ട് എന്ന് പറഞ്ഞേ പാട്. ഇവിടെ നമ്മളെ അരുൺ നമ്മളെ കിട്ടിയൊരു ഗാനം, ലളിതഗാനം പാടുന്നതായിരിക്കും. പാടാ പാറപ്പത്തിരി മറ്റേ പാട്, തൊട്ട് 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 പാടും. ആ പാട്ട് പാടും. അങ്ങനല്ലേ, നീ മുട്ട് പാട്, തെക്ക് തെക്ക് പാട്. എന്തിനാ പാടിയാ മതി. 5 മണി ഇരിക്കടാ ഇരിക്കടാ. ഇനി ഇത് പോകണ്ട, അങ്ങോട്ടൊക്കെ പാടിയാൽ മതി. ഇനി ഞാൻ പാടാം. തെക്ക് തെക്ക് തെക്കേ പാടം മുത്ത് മുത്ത്
മുത്ത് മുന്തൂർ പാടും തൊട്ട് വായോ ഇളം പൈങ്കിളി നിലാവയിൽ തീക്കേറുമ്പോൾ പോലെ കിടക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ വരുന്നത് സിഗരറ്റാണ് വലിച്ചിട്ട് കുറ്റി താഴെ ഇട്ടാൽ ഇതെല്ലാം കൂടി കത്തിപ്പിടിക്കാൻ താഴെ. ഈ വരുന്നവന്തിനും ഇവിടെ ഒന്ന് സിഗരറ്റ് വലിക്കുന്നത് അപ്പോൾ താഴെ നിന്ന് വലിച്ചാൽ പോരും. പറഞ്ഞാണ് അപകടം. ഇങ്ങനെ പറയാൻ പിന്നെ നമുക്കിവിടെ പറയുന്നത് ചെറിയ കാവുണ്ട്. ആ കാവിൽ എന്തോ സമൂഹത്തിൽ കഴിച്ചിട്ട് നമ്മൾ ഇവിടെ മൊത്തം വേസ്റ്റ് ആക്കിയിട്ട് ആ വേസ്റ്റ് ഒന്ന് കാണിക്കും. അതൊക്കെ നമ്മൾ ഇവിടെ ഉള്ളവർ അതൊക്കെ നോക്കുന്നതാണ്. അതൊന്നും വൃത്തിയാക്കേണ്ടതായിരുന്നു. കുഴപ്പമില്ല. നമ്മൾ ആ കാവ് കാണിച്ചായിരുന്നു. പറയാം കാവ് കാണിച്ചായിരുന്നു നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ. റെഡ് അതല്ല ഒരു കുങ്കുമം. കുങ്കുമം ചുറ്റിലും സൺസെറ്റ് കാണാം. ഉണ്ടോ ചായ ഉണ്ടോ? നീ കാണാൻ കുടിച്ചോ? ഞാൻ കുടിക്കില്ല. നീ വേണ്ട, ഞാൻ കുടിക്കുന്നില്ല. കുടിക്കോ? ചെറിയൊരു ചായയൊക്കെ വാങ്ങിച്ചിട്ട് അതും കുടിച്ചുകൊണ്ട് നല്ല ഞാനങ്ങ് വെളുത്ത് തുടുത്തിരിക്കുന്നു. ഒരു ഫോട്ടോ അവിടെ നിന്ന് ഞാൻ എങ്ങനെ ചായ കുടിക്കുന്നു. സെൽഫി വേണ്ട. സെൽഫി ആണോ? സെൽഫി വേണ്ട. വാ എൻ്റെ ഒരു ഫോട്ടോ എടുക്കും. ഉണ്ട് കേട്ടോ. നമ്മൾ ചുമ്മാ ഇവിടെ കറക്റ്റ് 8 മണി വരെ കട 8 മണിയിലുണ്ട്. അവിടെ ചെറിയ ചായക്കട ഉണ്ട്. ആളുകൾക്ക് വരാന്നൊക്കെ പറയാം. നമ്മൾ അവിടെ നിന്നാണ് ചായ മേടിച്ചത്. അതുകൊണ്ട് അത് ഗുപ്തൻ ചായ കുടിക്കുന്നത് ഊതി കുടിക്കുകയാണ്. ഊതി കുടിക്കുകയാണ്. അതുകൊണ്ട് അസ്തമിച്ചു. അസ്തമിച്ചു. അങ്ങോട്ട് പോയാലോ? അങ്ങോട്ട് പഠിക്കണം. ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എന്നെ പറയും. ചായ ഇന്ന് പോയല്ലേ? തിളച്ച ചായയാണ്. ഇവിടെ മൊത്തം ഇതാടാ. ഈ സാധനം കിട്ടിയിട്ടേക്കുക. നമുക്ക് വന്ന് പിക്നിക്ക് ചെയ്യാം, റെസ്റ്റ് എടുക്കുക അല്ലേ? ഫാമിലിയായിട്ട് വരുന്നവർക്ക് വന്ന് ഇവിടെ റെസ്റ്റ് എടുക്കുക. അതിന് വേണ്ടിയാ ഇതേപോലെ ചെറിയ ഇതിൻ്റെ ഞാൻ ഈ കുടിച്ചെടുക്കാം. പിന്നെ അല്ലേ അതെടാ നമുക്ക് തന്നെ കാണാൻ പറ്റും. പറ ചായ ഇരിപ്പുണ്ടല്ലോ. ശരി ലാസ്റ്റ് ചെയ്യാം. അടിപൊളി അടിപൊളി. ഇപ്പം അടിപൊളിയായത്. അവരൊന്നും ഇങ്ങോട്ടൊന്നും വന്നില്ലെന്ന് തോന്നുന്നു. ചെറിയൊരു തണുത്ത കാറ്റും ഉണ്ട് ഇല്ലേ? വന്ന വഴി അതൊക്കെ ഒന്ന് കാണിക്ക്. അല്ല തിരിച്ചു വെച്ചിട് പ്ലേസ് എടുക്ക്. അല്ലാതെ ഇട്ടോ. പാട്ട് കണക്കാം. മുച്ചീമുത്തി വീഴും. നോക്കിയിട്ട് കയറി പടി ഇറങ്ങി പോകുമ്പോൾ ലൈറ്റ് കിട്ടും. നമ്മൾ ഇങ്ങോട്ട് കയറി വരുന്നത് നല്ല പാടായിരുന്നു. പടി കയറാൻ ഇറങ്ങാൻ നല്ല എളുപ്പമാണ്. എളുപ്പം ഇറങ്ങി പോകുന്നു. ഈ
പടിയുടെ പ്രത്യേകത. അതാണ് പണിയുടെ പ്രത്യേകത. ഈ പടി അങ്ങനെ എണ്ണണമെന്നുണ്ടായിരുന്നു, പക്ഷെ എണ്ണാൻ പറ്റിയില്ല. ഇനി അടുത്ത തവണ വരുമ്പോൾ നിങ്ങൾ ആരെങ്കിലും വരുമ്പോൾ എന്നിട്ട് കമൻറ്റ് ചെയ്യണം. പടി എത്ര നമുക്കിപ്പോൾ കമൻറ്റ് ചെയ്യാം. അതല്ലേ പണി. നമ്മുടെ ഈ പടി എത്രയാണെന്ന് നിങ്ങൾ എന്നെ കമൻറ്റ് ചെയ്യണം. ആ കമൻറ്റ് ചെയ്യുന്ന ആൾക്ക് ഫസ്റ്റ് പ്രൈസ് 100 രൂപ അരും കൊടുക്കുന്നതായിരിക്കും. കമൻറ്റ് ചെയ്യുന്ന ആളുടെ GPay നമ്പർ ഇട്ട് കൊടുക്കണം. അവർക്ക് 100 ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പം നമ്മൾ കുഴിയിൽ ഇറങ്ങിയിരിക്കുകയാണ്. ശരി പടിയില്ലേ, പെട്ടെന്ന് അധികം പൊക്കമില്ല കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഒറ്റ പൊക്കമുണ്ട്. ഇവിടെയാണ് ടിക്കറ്റ് കൊണ്ട് വരാൻ പോകുന്നത്. എന്താ വരാമെന്ന്? ടിക്കറ്റ് കൊണ്ടോ മണിയായിട്ടുണ്ടോ? ആ ഭാഗത്ത് എവിടെ നിന്നാണ്? അതായിരിക്കും. ഒട്ടിക്കുന്നുണ്ടോ? ഇനി കുളമാണോ വെള്ളമാണോ ഉണ്ടോ? വെള്ളം ഉണ്ടോ ഞാൻ ചോദിക്കാം. എടാ ഈ വഴിയാണ് നമ്മൾ മെലിന് കണ്ടത്. എവിടെ മെലി? അന്ന് നമ്മൾ എവിടെ വന്ന് നിന്നാണ്ടെന്ന് ഇത് കണ്ടു. അല്ലാതെ അപ്പുറത്തൊരു പക്ഷെ അന്ന് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ മലമേൽപ്പാറ പോയിട്ട് ഇവിടെ വന്നു, പക്ഷെ നമുക്ക് വഴി തെറ്റി പിന്നെ ഒരുപാട് ലേറ്റായി. പിന്നെ നമുക്ക് ഈ ഇരുട്ടത്ത് നമുക്ക് ഇത് ഇവിടെ കിടന്ന് കറങ്ങി. കാരണം കാണിക്കാൻ പറ്റും. എണ്ണയും തീർന്ന് വണ്ടിയും തള്ളി അരുണ്ട നൊരയും പാചകം നിന്നു. അരു അന്നാന്ന് ശരീരം ഉണങ്ങി പണി എടുക്കുന്ന ഞാൻ കണ്ടത്. നമ്മൾ അന്ന് അവിടെ നിന്ന് അപ്പുറത്ത് നിന്നു. അപ്പുറത്ത് നിന്ന് ഇത് കണ്ടായിരുന്നു. ആ നൈറ്റാണ് നമ്മൾ വന്നത്. ഞാൻ പറഞ്ഞ വണ്ടി അവിടെ കൊണ്ടുവച്ചിട്ട് ഫോട്ടോ എടുക്കണം. പോകണ്ട അതിൻ്റെ വെള്ളി തന്നെ കയറി അവിടെ നിന്നോണ്ട് നമ്മൾ അങ്ങോട്ട് നോക്കി. വണ്ടിയുടെ ഇരിപ്പുണ്ട്. ഹെൽമെറ്റ് കൊണ്ടാടേ. ഫീസ് അങ്ങനെ നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ല അടിപൊളി പ്ലേസ് ആയിരുന്നില്ലടാ. സൂപ്പർ പ്ലേസ് ആണെങ്കിൽ ഒരു വട്ടം ഇവിടെ വരണം. ഒരു കൊല്ലത്ത് നിന്ന് വരുവാണെങ്കിൽ ഒരു 10-30 കിലോമീറ്റർ ഉള്ളൂ. പെട്ടെന്ന് വരാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് എൻട്രി ഫീസോ കാര്യങ്ങളൊന്നുമില്ല. വരുമ്പോൾ വൈകുന്നേരം 4 മണിയോടെ വരാനേ. വൈകിട്ട് 4 മണിക്ക് നല്ല കാറ്റും 4 മണിക്ക് ശേഷം വന്നു കഴിഞ്ഞാൽ വൈകിട്ട് കാണാനൊന്നും പറ്റത്തില്ല. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സൺസെറ്റും കാണാൻ പറ്റും. അവിടെ തെങ്ങിൻ്റെ ബാഗിൽ അതാണ് സൂര്യൻ എപ്പോൾ ഉണ്ട് സൺസെറ്റ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. പുതിയുള്ളോട്ട് പിന്നെ വരാം. ഓക്കെ. സൂര്യൻ നീ ഓറായി പോയി. ചിലപ്പോൾ അതാ ക്ലിക്കായിരിക്കും. നീ കണ്ടു.